ഹലോ ഫ്രണ്ട്സ്, 1000 പൗണ്ട് ഫൈനും ക്രിമിനൽ ഒഫൻസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. UK TV വാച്ച് ചെയ്യാൻ TV ലൈസൻസ് വേണോ? ഇനി കണ്ടാലും TV ഡിറ്റക്ടർ വാൻ വഴി അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നാട്ടിലെ TV ചാനലുകൾ ഇവിടെ UK TV ലൈസൻസ് ഇല്ലാതെ കാണുന്നതിന് കുഴപ്പമുണ്ടോ? TV ഇല്ലെങ്കിൽ TV ലൈസൻസ് കൊടുക്കണോ? ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. TV ലൈസൻസ് ഒരു വർഷം 169 പൗണ്ട് 50 പെൻസ് ആണ് കൊടുക്കുന്നത്. അത് TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ്, ഗെയിം കൺസോൾസ്, ഡിജിറ്റൽ ബോക്സസ്, അങ്ങനെ എന്തെങ്കിലും ലൈവ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് കാണുവാണെങ്കിൽ TV ലൈസൻസ് നിർബന്ധമാണ്. പിന്നെ BBC iPlayer എന്ത് പ്രോഗ്രാം കണ്ടാലും TV ലൈസൻസ് വേണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും വേണ്ടതാണ് യൂട്യൂബ് ലൈവ് വീഡിയോസ്, ഫേസ്ബുക്ക് ലൈവ് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം ലൈവ് വീഡിയോസ്, അങ്ങനെ എന്ത് ലൈവ് വീഡിയോസ് ആണെങ്കിലും റെക്കോർഡിംഗ് ആൻഡ് ഡൗൺലോഡിംഗ് ആണെങ്കിലും വേണം. ലൈസൻസ് വേണ്ടാത്ത കാര്യങ്ങളാണ് ക്യാച്ചപ്പ് TV പ്രോഗ്രാംസ് അല്ലെങ്കിൽ വാച്ച് ഓൺ ഡിമാൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ലൈവ് അല്ലാതെ കഴിഞ്ഞു പോയ പ്രോഗ്രാംസ്. പിന്നെ ഫിലിംസ്, TV ഷോസ്, ഓൺലൈനിൽ നിന്ന് റെന്റിന് എടുക്കോ വാങ്ങുകയോ ചെയ്ത പ്രോഗ്രാംസ്, ഇതിനൊന്നും TV ലൈസൻസ് വേണ്ട. TV ഡിറ്റക്ടർ വാൻ വഴി നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? TV ഡിറ്റക്ടർ വാൻ വഴി ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ വെച്ച് നമ്മൾ TV ഉപയോഗിക്കുന്നുണ്ടോ, ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ടോ എന്നറിയാൻ പറ്റും. പക്ഷേ ഇത് കണ്ട ഓഫീസേഴ്സ് വീട്ടിൽ വന്നാലും ഇതിനൊരു ലെജിസ്ലേഷൻ ഇല്ല അല്ലെങ്കിൽ ലീഗൽ ഗ്രൗണ്ട് ഇല്ലാത്ത കാരണം നമുക്ക് ലീഗലായി തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കാം. പിന്നെ മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഉണ്ടെങ്കിലേ വീട്ടിൽ കയറാനും സെർച്ച് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് TV ലൈസൻസ് സംബന്ധമായ മിക്കവാറും ആൾക്കാരുടെ സംശയങ്ങൾ. അപ്പോൾ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്